കുട്ടി സഖാക്കൾ എന്ന പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായവരാണ് മലപ്പുറം തിരൂർ സ്വദേശിയായ മുഹമ്മദ് സിയാനും കൂട്ടുകാരും. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പ്രശസ്തരായ ഈ കുട്ടിത്താരങ്ങളെ തങ്ങളുടെ സമ്മേളനത്തിൽ അതിഥികളായി എത്തിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ചരിത്ര പ്രദർശനം കാണാനെത്തിയ കുട്ടി സഖാക്കൾക്ക് ലഭിച്ചതാകട്ടെ ഗംഭീര സ്വീകരണവും. ലെവിൻ കെ വിജയന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ട് കൂടി കാണാം. ഹായ് സഖാക്കളെ എന്ന ഒറ്റ വാചകം കൊണ്ട് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളായി മാറിയ മലപ്പുറത്തെ മുഹമ്മദ് സിയാനെയും മറ്റും നമുക്കറിയാം. അവരിപ്പോൾ നമ്മളോടെയുണ്ട്. ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ചരിത്ര പ്രദർശനത്തിന്റെ ഭാഗമായി അതിഥികളായി പങ്കെടുക്കാമെന്നാണ് അല്ലേ? ഹായ് സഖാക്കളെ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷങ്ങൾ. ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റി, വലിയ കാര്യമാണല്ലോ. ആരാ വിളിച്ചത് മറ്റുമൊക്കെ? ഡിവൈഎഫ്ഐന്റെ ആൾക്കാരൊക്കെ വിളിച്ചു. ഡിവൈഎഫ്ഐ എന്താണെന്നറിയോ? അത് ഞങ്ങൾക്കറിയില്ല. സഖാക്കളാണ് ആണ്. എങ്ങനെയാണ് തൃശ്ശൂരിലേക്ക് വരുന്നത്? വണ്ടിയിലാ വന്നത്. തൃശ്ശൂരൊക്കെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? രസമൊക്കെ. ഈ കുട്ടികളെ ഇവിടെ എത്തിച്ചത് ഇവരുടെ ആരായിരുന്നു? ആ പ്രദേശത്തെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി. ഇവര് വൈറലായല്ലോ. അതെ, അത് വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ അതിനിടയിൽ ചില വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. അതെ, അത് ഇവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ, ഇവര് എന്താണോ സമൂഹ മാധ്യമത്തിൽ കാഴ്ചവെച്ചത് അതിനെ എതിർക്കുന്ന, അതിനെ ഇഷ്ടപ്പെടാത്ത കുറേ ആളുകളുണ്ട്. അത് എങ്ങനെ ഇത് തകർക്കാൻ കഴിയും, ഈ പ്രസ്ഥാനത്തെ എങ്ങനെ തകർക്കാൻ കഴിയുമെന്നുള്ള ഒരൊറ്റ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ഇത് ഇന്നുണ്ടായിട്ടുള്ളത് കേരളത്തിൽ. ഈ ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ ഇവർ അതിഥികളാക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇവരൊക്കെ എങ്ങനെ ഒരു അവസരമൊക്കെ ലഭിക്കുന്നത്? അതെ, ഡിവൈഎഫ്ഐ രംഗത്തുള്ള സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഇവരെ കോൺടാക്ട് ചെയ്യും. ജില്ലാ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇവരെ ഇന്നലെ കോൺടാക്ട് ചെയ്യണം. ഇത് ഇന്നലെയാണല്ലോ റീച്ച് ആവുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെ ഈ ഡിവൈഎഫ്ഐയുടെ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് വിളിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേരുകയാണ്. മെറ്റ എടുത്തോണ്ട് പോയ കുട്ടി സഖാക്കൾ തിരിച്ചു കിട്ടുമോ? കിട്ടുമോ? അത് പോയാലും എന്തായാലും വിഷമമുണ്ടോ? നമ്മൾ അടുത്ത പ്രാവശ്യം ഒന്നും കൂടി എന്താണെങ്കിലും അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയാമോ? മറ്റേ ഇൻസ്റ്റല്ലേ പോയിട്ടുള്ളൂ. ഇവിടെ ഇരിക്കണ്ട ആ ചെങ്കടി ആർക്കും മാറ്റാൻ കഴിയില്ലല്ലോ. ഏതായാലും കുഞ്ഞു കുട്ടികളാണ് അവർ, പക്ഷേ സഖാക്കളാണ്. കുട്ടി സഖാക്കൾ എന്ന് അവർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഏതായാലും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളന വേദിയിലൊക്കെ അവർക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളായി മാറുന്നു. ഏതായാലും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലെ താരങ്ങളായ കുട്ടികൾ ഡിവൈഎഫ്ഐ സമ്മേളനത്തിലെയും താരങ്ങളായി മാറുകയാണ്. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.